ഞാനിപ്പോ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നത്? ഇത്ര ഓപ്പൺ ആയിട്ട് ത്രട്ടം ചെയ്യുമ്പോ ഒരു കരുതൽ, അത്രേ ഉള്ളൂ. ഓ സ്വാമി, ഒരു ഇരുമ്പ് ചട്ടയ്ക്ക് ഓർഡർ കൊടുത്തേക്ക്. എന്നാ ഞാൻ ഇനി അത് വിട്ടോണ്ട് നടക്കാം. എന്താ? ആ ടെൻഡർ നമുക്ക് തന്നെ കിട്ടാൻ സാധ്യതയുള്ള സ്ഥിതിക്ക് ബോംബെയിലുള്ള ബ്ലൂ മറൈൻ ഇന്റർനാഷണൽ വെറുതെ ഇരിക്കില്ല. ഇതിനു മുൻപും അവർ നമ്മുടെ പൊരുതി തൊട്ടിട്ടുള്ളതാ. മിസ്റ്റർ പൊതുവാൾ, ഈ കാര്യത്തിൽ തോൽവിയും ചെയ്യുമെന്നൊക്കെ പറയുന്നത് കോട്ട് ചെയ്യുന്ന തുകയുടെ ഏറ്റക്കുറച്ചുകൾ അനുസരിച്ചാണ്. ബിസിനസ്സിൽ വാശി വേണം, വൈരാഗ്യം എന്തിനാ? ഈ ത്രെട്ടണിങ് എന്തിനാ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ ടെൻഡർ കിട്ടിയാൽ ഇന്റർനാഷണൽ ലെവലിൽ അവർക്ക് ചില കളികളൊക്കെ കളിക്കാൻ സാധിക്കും. ഈ അതോ ലോകത്തെ തീറ്റി പോറ്റുന്നത് തന്നെ അടുക്കാനും അകലാനും കൊള്ളാത്ത ഈ മൂർഖം പാമ്പുകളാണല്ലോ. ഞാൻ ഈ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് മിഖായൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന 12,000 തൊഴിലാളികളുടെ പുരോഗതി മുന്നിൽ കണ്ടുകൊണ്ടാണ്. കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും നമുക്കത് നേടിയെടുക്കണം. സർ, പോലീസ് കമ്മീഷണറെ വിളിച്ചൊന്ന് സംസാരിച്ചാലോ? എന്തിനാ? എന്റെ വീടിന് ചുറ്റും കാവൽ നിർത്താൻ? അയാൾ അല്ലെങ്കിൽ തന്നെ കാണുമ്പോഴൊക്കെ എന്നെ ചാടി കടിക്കാൻ വരുന്നവനാ. ഒരു എസ്കോർട്ട് ഉള്ളത് എന്റെ ജന്മത്തിനൊരു സമയം ദൈവം കണ്ടെത്തി. അതുപോലെ മരണത്തിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാവും. അതിനെ മറികടന്ന് ആർക്കും എന്നെ ഒരു ചുക്കും ചെയ്യാനാവില്ല. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കോപ്പറേഷൻ. യെസ് സർ. മോൾ ഇതുവരെ ഉറങ്ങിയില്ലേ? ഊണും കളിച്ചിട്ടില്ല സാർ. പപ്പ എന്താ വല്ലാതിരിക്കുന്നേ? ഏയ്, വല്ലാത്ത ക്ഷീണം മോളെ. ഡിന്നർ റെഡി സാർ. വേണ്ട, മോള് കഴിച്ചോ? കുറച്ചെങ്കിലും കഴിക്കൂ പപ്പ. ഒട്ടും വേണ്ട മോളെ, പപ്പ ഒന്ന് കിടക്കട്ടെ. ആ, ഇതെന്താ മോനു? കഴിക്കൂ, കഴിക്കൂ. ഹലോ ഹലോ, ഹലോ. മനുഷ്യനെ പേടിപ്പിക്കുന്ന ഒരു പടം. പടത്തിന്റെ പേരെന്തല്ലയാ? ടാമ്പി ഫ്ലഷ് ഈറ്റേഴ്സ്. എന്റെ അമ്മേ, എന്ന് വെച്ചാ അച്ചമാസം തിന്നുന്നവര്. അയ്യോ, എന്നാണോ? ഇത് അറിഞ്ഞിരുന്നേ ഞാൻ കാണുകയില്ലായിരുന്നു. നീ നല്ല ഉറക്കമല്ല. ഞാൻ ഉറങ്ങാണ്, നീ ഇറങ്ങ്. എ സ്ട്രേഞ്ചർ ഇൻ ടൗൺ. ഇതും പേടിപ്പിക്കുന്ന പടമാണോ? നീ ബൂത്തിലേക്ക് നോക്ക്. നമ്മളിപ്പൊ കണ്ട പടത്തിലെ വില്ലനെ പോലെ ഇരിക്കുന്നു. താടി പിടിക്കാൻ കാശില്ലേ? ഇപ്പൊ ചുമ്മാ അറിയടാ. ഈ പാലെങ്കിലും കുടിക്കൂ പപ്പ, പ്ലീസ്. നമുക്ക് ആരൊക്കെയോ ശത്രുക്കളുണ്ട്. ഒരു അജ്ഞാതൻ ഈ വീടിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യം പപ്പയ്ക്കറിയോ? അതെ, മോള് വെറുതെ ഓരോന്ന് ആലോചിക്കുന്നതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാ. അല്ല പപ്പ, ഞാൻ നേരി കണ്ടതാ. എനിക്ക് പപ്പ മാത്രമേ ഉള്ളൂ. പപ്പയ്ക്കും മോള് മാത്രമല്ലേ ഉള്ളൂ? പപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ? നോ നോ നോ, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ മോള് പ്രാർത്ഥിക്കും. പോയി കിടന്നു. ആ,
എന്താ എനിക്ക് വന്നൂടെ? അതല്ല മോനു, ഞാനിങ്ങനെ സാർ ഇവിടെ ഇരുന്നാട്ടെ. എനിക്കൊരു സീരിയസ് മാറ്റർ പറയാനുണ്ട്. ഓ എനിക്കറിയാം, എത്ര ദിവസമായി കണ്ടിട്ട്, ഇതല്ലേ? അയ്യോ അതല്ല ഫ്രെഡി. പിന്നെ ഓ പപ്പ ബോംബെക്ക് പോയി നമുക്കൊന്ന് കറങ്ങാമെന്നായിരിക്കും. അയ്യോ അതല്ല, ബി സീരിയസ്. ഐ എം സീരിയസ്, പറഞ്ഞോളൂ. ഒരു അജ്ഞാതന്റെ കാര്യമാ. അജ്ഞാതനോ? അതെ, മുഖപരിചയമില്ലാത്തൊരു ചെറുപ്പക്കാരൻ 2-3 പ്രാവശ്യമായി വീടിനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. എന്നെ കാണാനായിരിക്കും. തമാശകള ഫ്രെഡി. കളഞ്ഞിരിക്കുന്നു, പറ. ഷേവ് ചെയ്യാത്ത മുഖം, തിളങ്ങുന്ന പൂച്ചക്കണ്ണുകൾ. ഓ, നോട്ടം കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയായി. ഇന്നലെ രാത്രി അയാൾ വീട്ടിനകത്ത് കയറിയിരിക്കുന്നു. പപ്പയ്ക്ക് ഇതറിഞ്ഞിട്ട് ഒരു കുലുക്കുമില്ല. തിളങ്ങുന്ന പൂച്ചക്കണ്ണുകൾ, തറപ്പിച്ചിട്ടുള്ള നോട്ടം. പപ്പയ്ക്ക് വല്ല ബിസിനസ് റൈവൽസ് ഉണ്ടോ? ആ, ചില ബോംബെ കോൾസ് വരുമ്പോ പപ്പ ദേഷ്യത്തിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് പേടിയാവുന്നു ഫ്രെഡി. ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. മോന് ധൈര്യമായിട്ട് പോകും, ഞങ്ങളൊന്ന് നോക്കട്ടെ. അവരൊക്കെ എവിടെ? ഇപ്പൊ വരും. ഞാൻ വൈകിട്ട് വിളിക്കാം. വിളിക്കണം, വിളിക്കണം. വിളിക്കാം. റെഡി, നിർത്ത്. ഇന്നലെ നമ്മൾ കണ്ട ബൈക്ക് ഇതാ സ്ട്രേഞ്ചറുടെ ബൈക്കല്ലേ? അതെ, അതേ ബൈക്ക് തന്നെ. അവൻ ഇതിനകത്ത് എവിടെയെങ്കിലും കാണും, നമുക്ക് സെർച്ച് ചെയ്യാം. രാത്രി സെമിത്തേരി ശവമാന്താൻ പോണോ? ഇറങ്ങി വാടാ. നീ ഇങ്ങോട്ട് ഇറങ്ങി. ഞാനിവിടെ. അവൻ പുറത്തോട്ട് ഇറങ്ങി ഓടിയാൽ പിടിക്കാൻ ആരെങ്കിലും ഒരാൾ വേണ്ടേ? ഞാൻ ഇവിടെ നമുക്ക് 3 കൂടെ ആസ്തു പോയി തപ്പാം. വലിയ സ്വഭാവം കാണിച്ചോണ്ടല്ലേ. ഞാൻ മൂത്രം ഒഴിക്കാൻ പോയതല്ലേ. അതിലല്ല, ഇതിലെ അടി വാങ്ങി നിൽക്കട. എനിക്ക് പേടിയാണ്. ഞാൻ വരുന്നില്ല, ഞാനിവിടെ ഓരത്തില്ല, ഞാൻ ഇരുന്നോളാം. നിങ്ങൾ ഇങ്ങനെ നട്ടല്ലില്ലാത്തവർക്ക് ഇവനെയൊക്കെ കൊണ്ട് എങ്ങനെ ഒരു വഴിക്ക് പോകും? പോയി അർജുനൻ ഗുണൻ പാർസൽ വിജയൻ ഞാൻ ഒറ്റയ്ക്കായി പോന്നിട്ട് പേടിച്ച് കണ്ണടച്ചിരിക്കുമായിരുന്നു. ഞാനും. എന്താ മോൻ ഇവിടെ? എന്റെ മൂത്ത സഹോദരന്റെ കല്ലറയിൽ മെഴുതിരി എത്തിക്കാൻ വന്നതാ. ഇന്ന് 8ാം ചരമവാർഷികമാണ്. കഷ്ടം. എങ്ങനാ മരിച്ചത്? ചേട്ടത്തിയുടെ പ്രസവം കഴിഞ്ഞ് വിളിക്കാൻ കോട്ടയത്തുനിന്ന് മാവേലിക്കരയ്ക്ക് പോയതാ. കൈനടി പാലത്തിനടുത്ത് വെച്ച് ആക്സിഡന്റ് ആയി. ചേട്ടന്റെ കൂടെ ബസ്സിലുണ്ടായിരുന്ന 43 പേരും മരിച്ചു. എന്റെ മോനെ എന്തൊരു ചതിവാകർത്താവ് കാണിച്ചത്. അമ്മച്ചി കയറിയാറ് മോനെ, ബാക്കിയുണ്ടെങ്കിൽ ഒരെണ്ണം ഇവിടെയും കത്തിച്ചേക്കണേ. കത്തിക്കാം.